ഉത്തരാഖണ്ഡിൽ ബി.ജെ.പി. സർക്കാർ 170 മദ്രസകൾ പൂട്ടി അനധികൃതമായി നിർമ്മിച്ചുവെന്ന് ആരോപിച്ചാണ് നടപടി. ചരിത്രപരമായ ചുവടുവെപ്പെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി. മധ്യപ്രദേശിൽ മദ്രസ പൊളിച്ചതിന് പിന്നാലെയാണ് ബി.ജെ.പിയുടെ കടന്നുകയറ്റം. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് കൂടി ചേരുന്നുണ്ട്. റഷീദ്, ഈ ഹോളി ആഘോഷങ്ങളിലൊക്കെ പള്ളികൾ ടാർപോളിൻ വെച്ച് മറയ്ക്കുക, മാത്രമല്ല ഈ പള്ളികളുടെ മുകളിൽ കയറി ജയ് ശ്രീറാം വിളിക്കുക, അങ്ങനെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമം അത് ബി.ജെ.പി. സർക്കാർ തുടരുകയാണ്. അവിടെയാണ് ഈ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ചരിത്രപരമായ ചുവടുവെപ്പ് എന്നൊക്കെ പറയുന്നത്. വർഷ തീർച്ചയായിട്ടും വർഷം സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ ആഘോഷവേളകളുടെയൊക്കെ ഭാഗമായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുസ്ലിം വിഭാഗങ്ങൾക്ക് നേരെയും അതോടൊപ്പം മതസ്ഥാപനങ്ങൾക്ക് നേരെയും വലിയ അക്രമമാണ് RSSും അതോടൊപ്പം സംഘപരിവാറും നേരത്തെ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ വഖഫ് നിയമം പ്രാബല്യത്തിൽ വന്നത്. പിന്നാലെ ഇത്തരത്തിൽ മുസ്ലിം സ്ഥാപനങ്ങൾക്കും അതോടൊപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നേരെ ഇത്തരത്തിലൊരു ആക്രമണം RSSൻ്റെയും അതോടൊപ്പം BJP സർക്കാരുകളുടെയും ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ 170 മദ്രസകൾക്ക് താഴിട്ടുകൊണ്ട് BJP സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ അനധികൃതമായി നിർമ്മിച്ചെന്ന ആരോപണം ഉയർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ 170 മദ്രസകൾ ഒരേ സമയം അടച്ചുപൂട്ടുന്ന നടപടികളിലേക്ക് BJP സർക്കാർ കടന്നത്. മദ്രസകളെക്കുറിച്ച് പഠിക്കാൻ അതോടൊപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ച് പഠിക്കാനൊക്കെയായി സംസ്ഥാന സർക്കാർ ഒരു സമിതിയെ രൂപീകരിച്ചിരുന്നു. ഈ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിച്ചത് എന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ചും ഈ കെട്ടിട നിർമ്മാണത്തിനുള്ള അനുമതികൾ നേടിയിരുന്നില്ല. ഈ മദ്രസ നിർമ്മാണ സമയത്ത് കെട്ടിട നിർമ്മാണത്തിനുള്ള അനുമതികൾ നേടിയിരുന്നില്ല. അതോടൊപ്പം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നില്ല. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അംഗീകാരം നേടിയിരുന്നില്ല എന്നുള്ള സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 170 മദ്രസകൾക്ക് നേരെ നടപടിയുമായി BJP സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതേസമയം ഇത്തരം നടപടികളെ ന്യായീകരിക്കുന്ന ഒരു സമീപനമാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഈ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും അതോടൊപ്പം ഇത് ചരിത്രപരമായിട്ടുള്ള ഒരു ചുവടുവെപ്പാണ് എന്നാണ് പുഷ്കർ സിംഗ് ധാമി അവകാശപ്പെടുന്നത്. BJP നിരന്തരമായി ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മേൽ അതിക്രമം അഴിച്ചുവിടുമ്പോഴും അത് ന്യായീകരിക്കുന്ന ഒരു സമീപനമാണ് പുഷ്കർ സിംഗ് ധാമിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പേരിൽ കുട്ടികളെ തീവ്രവാദത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ വിവിധ സംസ്ഥാനങ്ങളിലുണ്ട്. അത്തരം പ്രവണതകളെ ചെറുക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരം നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. വരും മേഖലകളും അതായത് ഉത്തരാഖണ്ഡിലെ വിവിധ മേഖലകളിലും ഇത്തരത്തിൽ ഇനിയും നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. നിലവിൽ 500 മദ്രസകൾ സർക്കാരിൻ്റെ ഈ നേരത്തെ സമിതിയുടെ റിപ്പോർട്ടിലുണ്ട്. ഈ റിപ്പോർട്ടിൽ 500 മദ്രസകൾക്ക് നേരെയാണ് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഈ മദ്രസകളുമായിട്ട് ബന്ധപ്പെട്ട നടപടികളിലേക്കും സർക്കാർ കടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ഈ വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ മുസ്ലിം വിഭാഗങ്ങളുടെയും അതോടൊപ്പം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും സ്ഥാപനങ്ങളും സ്വത്തുക്കളും പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് BJP സർക്കാർ നടത്തുന്നത് എന്നാണ് ഇപ്പോൾ മുസ്ലിം വ്യക്തി നിയമ ബോർഡും അതോടൊപ്പം മുസ്ലിം സംഘടനകളൊക്കെ തന്നെയും ആരോപിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ മധ്യപ്രദേശിൽ ഇതുമായി ബന്ധപ്പെട്ട മദ്രസകൾ പൊളിച്ചടക്കുകയും കൈയടക്കുകയും ചെയ്യുന്ന ഒരു സമീപനം BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിലും ഇത്തരത്തിൽ നടപടികൾ സ്വീകരിക്കുന്നത്. ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ അല്ലെങ്കിൽ ഇത്തരം അതിക്രമങ്ങൾ RSSൻ്റെയും സംഘപരിവാറിൻ്റെയും BJP സർക്കാരുടെയും ഭാഗത്തു നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും ഉത്തർപ്രദേശ്, ഹരിയാന തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെയും നേരത്തെയും ഇത്തരത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മേൽ വലിയ സംഘർഷങ്ങളും ഇത്തരത്തിൽ ആക്രമണങ്ങളും ഉണ്ടാകിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം സംഭവങ്ങളെ ചെറുത്തു നിൽക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ അതോടൊപ്പം പ്രതിഷേധങ്ങളും ഉയർത്തുമെന്നും ഇപ്പോൾ മുസ്ലിം വ്യക്തി നിയമ ബോർഡും അതോടൊപ്പം മുസ്ലിം സംഘടനകളും നീക്കം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ 170 മദ്രസകൾക്ക് നേരെയാണ് ഇത്തരത്തിൽ ഉത്തരാഖണ്ഡിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിലും നേരത്തെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ള മദ്രസകൾക്ക് മേലുള്ള നടപടികൾ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. വർഷ. ശരി റഷീദ്, വഖഫ് നിയമത്തിന് പിന്നാലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണം തുടരുകയാണ് BJP സർക്കാർ. ആ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇത് ചരിത്രപരമായ നേട്ടമെന്നാണ് BJP പറയുന്നത്. വിവരങ്ങളാണ് അബ്ദുൾ റഷീദ് നൽകിയത്.